നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബിജെപി നേതാവായ അധ്യാപകൻ പ്രതിയായ പാലത്തായി പീഡനക്കേസിൽ വിധി നാളെ. കടവത്തൂർ മുണ്ടത്തോട്ടെ കുറുങ്ങാട്ട് ഹൌസിൽ കെ പത്മരാജൻ അതേ സ്കൂളിലെ 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ശിശുദിനത്തിൽ വിധി പറയുന്നത്. മാഹിയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ സ്വന്തം പേരിൽ കാണിച്ച് രാഷ്ട്രീയ ലാഭം നേടാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ MLA നടത്തുന്നതെന്ന ആരോപണവുമായി BJP. മാഹിയിൽ നടപ്പിലാക്കിയ മദർ തെരേസ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ചാലക്കര ആയുർവേദ ആശുപത്രി നവീകരണം, മാഹി ജനറൽ ആശുപത്രിയിൽ ആധുനിക കിച്ചൺ ബ്ലോക്ക് തുടങ്ങിയ നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത് കേന്ദ്ര സർക്കാരാണെന്നും BJP. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. വ്യാഴാഴ്ച 1680 രൂപ ഉയർന്ന് പവന്റെ വില 93,720 രൂപയായി. കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ വൻ മയക്കുമരുന്ന് വേട്ട. ബസ്സിൽ കടത്തി 223 മാരക മയക്കുമരുന്ന് ഗുളികകൾ പിടികൂടി. വാർത്തകൾ വിശദമായി. BJP നേതാവായ അധ്യാപകൻ പ്രതിയായ പാലത്തായി പീഡനക്കേസിൽ തലശ്ശേരി പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി MT ജലജ റാണി വെള്ളിയാഴ്ച വിധി പറയും. BJP തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കടവത്തൂർ മുണ്ടത്തോട്ടെ കുറുങ്ങാട്ട് ഹൌസിൽ കെ പത്മരാജൻ അതേ സ്കൂളിലെ 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ശിശുദിനത്തിൽ വിധി പറയുന്നത്. 2020 ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിൽ 3 തവണ അധ്യാപകൻ ബാത്റൂമിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. 2024 ഫെബ്രുവരി 23-നാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത്. 2025 ആഗസ്റ്റ് 13 വരെ തുടർച്ചയായി വിചാരണയുണ്ടായി. പീഡനത്തിനിരയായ കുട്ടിയുടെ മൊഴി 5 ദിവസമാണ് കോടതി രേഖപ്പെടുത്തിയത്. കുട്ടിയുടെ സുഹൃത്തായ വിദ്യാർത്ഥി, 4 അധ്യാപകർ ഉൾപ്പെടെ 40 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. 77 രേഖകളും 14 തൊണ്ടിമുതലുകളും ഹാജരാക്കി. സ്വകാര്യ ഭാഗത്ത് മുറിവുണ്ടായതിന്റെയും ബ്ലീഡിങ്ങിനെ തുടർന്ന് ചികിത്സ തേടിയതിന്റെയും വിവരങ്ങളും ഹാജരാക്കിയ രേഖകളിലുണ്ട്. പ്രതിഭാഗം 3 സാക്ഷികളെ വിസ്തരിച്ചു. ഏറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതാണ് പാലത്തായി പീഡന കേസ്. 10 വയസ്സുകാരി പീഡനത്തിനിരയായ വിവരം ചൈൽഡ് ലൈനിലാണ് ആദ്യം ലഭിച്ചത്. കുട്ടിയുടെ ഉമ്മ നൽകിയ പരാതിയിൽ പാനൂർ പോലീസ് 2020 മാർച്ച് 17-നാണ് കേസെടുത്തത്. കൊയിലൂർ വിളക്കോട്ടൂരിലെ ഒളിയിടത്തിൽ നിന്ന് ഏപ്രിൽ 15-ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പെൺകുട്ടിയുടെ ഉമ്മയുടെ ആവശ്യപ്രകാരം 2020 ഏപ്രിൽ 24-ന് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ 75, 82 വകുപ്പുകൾ ചുമത്തി ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ മധുസൂദനൻ നായർ ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചു. പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചതോടെ കുട്ടിയുടെ ഉമ്മ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഈ ഘട്ടത്തിലാണ് നാർക്കോട്ടിക് സെൽ ASP രേഷ്മ രമേശ് ഉൾപ്പെട്ട സംഘത്തെ നിയോഗിച്ചത്. അന്വേഷണം തെറ്റായ ദിശയിലാണെന്ന് പ്രോസിക്യൂഷൻ അടക്കം ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് കോസ്റ്റൽ ADGP EJ ജയരാജൻ, DYSP രത്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം അന്വേഷണം ഏറ്റെടുത്തു. 2021-ൽ പോക്സോ വകുപ്പുകൾ ചുമത്തി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി PM ബാസുരി ഹാജരായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കഴിഞ്ഞ 4 വർഷങ്ങളായി മാഹിയുടെ സമഗ്ര വികസനത്തിനായി കൊണ്ടുവന്ന പദ്ധതികൾ സ്വന്തം പേരിൽ കാണിച്ച് രാഷ്ട്രീയ ലാഭം നേടാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ MLA നടത്തുന്നതെന്ന ആരോപണവുമായി BJP. മാഹിയിൽ നടപ്പിലാക്കിയ മദർ തെരേസ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ചാലക്കര ആയുർവേദ ആശുപത്രി നവീകരണം, മാഹി ജനറൽ ആശുപത്രിയിലെ ആധുനിക കിച്ചൺ ബ്ലോക്ക് തുടങ്ങിയ നിരവധി പദ്ധതികൾ NDA സർക്കാരാണ് യാഥാർത്ഥ്യമാക്കിയതെന്നും നേതാക്കൾ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കഴിഞ്ഞ 4 വർഷങ്ങളായി മാഹിയുടെ സമഗ്ര വികസനത്തിനായി കൊണ്ടുവന്ന പദ്ധതികൾ സ്വന്തം പേരിൽ കാണിച്ച് രാഷ്ട്രീയ ലാഭം നേടാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ MLA നടത്തുന്നതെന്ന് BJP നേതാക്കൾ മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഗവൺമെന്റ് വന്നതിന് ശേഷം ഏകദേശം 3 നോമിനേറ്റഡ് MLA കൂട്ടിച്ചേരി BJP MLA-മാർ മാഹി സന്ദർശിക്കുകയും റോഡ് വികസനത്തിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരന്തരമായിട്ട് നമ്മുടെ മാഹി MLA നിരന്തരമായിട്ട് അപേക്ഷിച്ചിട്ട് പോലും യാതൊരു നടപടിയും ഇല്ലാത്തതിന്റെ പേരിലാണ് പല റോഡുകൾക്ക് വേണ്ടിയിട്ടും വേറെ മണ്ഡലങ്ങൾ, അവരുടെ മണ്ഡലങ്ങളുടെ പോണ്ടിച്ചേരിയാണ്, പോണ്ടിച്ചേരിയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് അവരിവിടെ വന്നിട്ട് മാഹിയിലെ നമ്മളെ സാധാരണക്കാരായ ആൾക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് തരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെയുള്ള ഒരു ഗതികേടിലേക്ക് എത്തേണ്ടി വന്നത് അതിന്റെ കഴിവില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ MLA-യുടെ മാത്രം കഴിവില്ലായ്മയാണ്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാൻ ഇത് ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയേണ്ടത്.
മാഹിയിൽ നടപ്പിലാക്കിയ മദർ തെരേസ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ചാലക്കര ആയുർവേദ ആശുപത്രി നവീകരണം, മാഹി ജനറൽ ആശുപത്രിയിലെ ആധുനിക കിച്ചൺ ബ്ലോക്ക് തുടങ്ങി നിരവധി പദ്ധതികൾ NDA സർക്കാരാണ് യാഥാർത്ഥ്യമാക്കിയതെന്നും നേതാക്കൾ പറഞ്ഞു. ഇവയിൽ ഒരു പദ്ധതിയും പ്രതിപക്ഷ MLAയുടെ വ്യക്തിപരമായ നീക്കങ്ങളാൽ ആരംഭിച്ചതോ പൂർത്തിയാക്കിയതോ അല്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ നയപരമായ പിന്തുണയും സംസ്ഥാന NDA സർക്കാരിന്റെ ഭരണ നിശ്ചയദാർഢ്യവുമാണ് ഈ വികസനങ്ങളുടെ അടിസ്ഥാനമെന്നും നേതാക്കൾ പറഞ്ഞു. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. വ്യാഴാഴ്ച 1680 രൂപ ഉയർന്ന് പവന്റെ വില 93,720 രൂപയായി. ഗ്രാമിന്റെ വിലയാകട്ടെ 210 രൂപ വർദ്ധിച്ച് 11,715 രൂപയുമായി. ഒരാഴ്ചക്കിടെ പവന്റെ വിലയിൽ 4,640 രൂപയാണ് കൂടിയത്. നവംബർ 5-ന് 89,080 രൂപയായിരുന്നു വില. ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. ഗ്രാമിന് 1,680 രൂപ വർദ്ധിച്ച് പവന്റെ വില 93,720 രൂപയായി. ഒരാഴ്ചക്കിടെ പവന്റെ വിലയിൽ 4,640 രൂപയാണ് വർദ്ധിച്ചത്. നവംബർ 5-ന് 89,080 രൂപയായിരുന്നു വില. രാജ്യത്തെ കമ്മോഡിറ്റി വിപണിയായ MCX-ൽ 10 ഗ്രാം 24 കാരറ്റ് സ്വർണത്തിന്റെ വില 1,26,935 രൂപയായി. ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ട്രോയ് ഔൺസിന് $4,209.35 നിലവാരത്തിലാണ്. പള്ളൂർ പ്രകാശ് ഹോട്ടലിന്റെ പാചകശാലയിൽ തീപിടിച്ചു. തലശ്ശേരി മാഹി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ആളപായമില്ല. പാനൂർ പുത്തൂർ കുയിമ്പിൽ പള്ളിയറ ക്ഷേത്രത്തിൽ മോഷണം. 3 ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് പണം കവർന്നു. മറ്റൊരു ഭണ്ഡാരം കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പാനൂർ പോലീസ് ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാനൂരിനടുത്ത് പുത്തൂർ കുയിമ്പിൽ പള്ളിയറ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. 3 ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് പണം കവർന്നു. മറ്റൊരു ഭണ്ഡാരം കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പാനൂർ പോലീസ് ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. TMC നമ്പറുകൾ അനുവദിക്കാൻ വീണ്ടും അപേക്ഷകൾ ക്ഷണിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും പുതുതായി അപേക്ഷിക്കുന്ന ഓട്ടോകൾക്ക് നമ്പറുകൾ നൽകരുതെന്നും ആവശ്യപ്പെട്ട് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കും നിവേദനം നൽകി. നേരത്തെ എടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പുതിയതായി TMC നമ്പറുകൾ അനുവദിക്കാൻ അപേക്ഷകൾ ക്ഷണിച്ചെന്നും നിവേദനത്തിൽ പറയുന്നു. നേരത്തെ എടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പുതുതായി TMC നമ്പറുകൾ അനുവദിക്കാൻ അപേക്ഷകൾ ക്ഷണിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും പുതുതായി അപേക്ഷിക്കുന്ന ഓട്ടോകൾക്ക് നമ്പറുകൾ നൽകരുതെന്നും ആവശ്യപ്പെട്ട് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കും നിവേദനം നൽകി. TMC പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ ചെക്കിംഗ് നടത്തി വരാൻ ബാക്കിയുള്ള ഓട്ടോകൾക്ക് മാത്രമേ TMC നമ്പറുകൾ അനുവദിക്കൂവെന്ന് ധാരണയുണ്ടായിരുന്നു. എന്നാൽ ഇതിനു വിരുദ്ധമായി മുനിസിപ്പാലിറ്റിയിലുള്ള മറ്റു വണ്ടികൾക്കും നമ്പർ നൽകുമെന്ന് അറിയിച്ച് അപേക്ഷകൾ ക്ഷണിച്ചത് തീർത്തും തെറ്റാണ്. പുതുതായി അപേക്ഷിക്കുന്ന ഓട്ടോകൾക്ക് TMC നമ്പറുകൾ
നൽകരുതെന്ന് വിവിധ തൊഴിലാളി യൂണിയൻ നേതാക്കളായ TP ശ്രീധരൻ, PP ഗംഗാധരൻ, V സുരേഷ്, P ജനാർദ്ദനൻ, V ജലീൽ, P നസീർ, ഷൗക്കത്ത് അലി എന്നിവർ ഒപ്പിട്ട നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ നിന്നും ബസ്സിൽ കടത്തിയ 223 മാരക മയക്കുമരുന്ന് ഗുളികകൾ പിടികൂടി. സ്പാസ്മോ പ്രോക്സിവോൺ പ്ലസ് ഗുളികകളാണ് ഇരിട്ടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ C രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. ഇരിട്ടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ C രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ കൂട്ടുപുഴയിൽ നടത്തിയ പരിശോധനയിലാണ് 223 ക്യാപ്സ്യൂൾ സ്പാസ്മോ പ്രോക്സിവോൺ പ്ലസ് ഗുളികകൾ പിടികൂടിയത്. ബസ്സിൽ കടത്തുന്നതിനിടെയാണ് പിടികൂടിയത്. ഉടമസ്ഥനെ കണ്ടെത്താനായിട്ടില്ല. പരിശോധനാ സംഘത്തിൽ കൂട്ടുപുഴ എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തിലൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ P അബ്ദുൾ ബഷീർ, K രാജീവൻ, KM ദീപക്, പ്രിവന്റീവ് ഓഫീസർമാരായ K ബൈജേഷ്, VN സതീഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ധനുസ് പൊന്നമ്പത്ത്, AV അർജുൻ നാരായണൻ, TP സുദീപ്, K രമേശ്, ബെൻഹർ കോട്ടത്തുവളപ്പിൽ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രേയ മുരളി, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ KP ജുനീഷ് എന്നിവരും ഉണ്ടായി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ.
ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. അബ്ദുൾ ഖാദർ കൾച്ചറൽ സെന്റർ പന്ന്യന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SIR ആശങ്കയും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. കിഴക്കേ പന്ന്യന്നൂരിൽ നടന്ന ജനകീയ സദസ്സിൽ സ്ത്രീകളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആശങ്ക പങ്കുവച്ച് പരിഹാരം തേടാനാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നടപ്പാക്കിയപ്പോൾ എന്താണ് അനുഭവം ഉണ്ടായത്? 65 ലക്ഷത്തോളം ആളുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത്. 65 ലക്ഷത്തോളം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ആരാണ് പുറത്താക്കപ്പെട്ടിരിക്കുന്നത്? പുറത്താക്കപ്പെട്ടവരിൽ മഹാഭൂരിപക്ഷം പേരും മുസ്ലിങ്ങളാണ്. മറ്റൊരു കൂട്ടർ ദളിതരാണ്. BJPക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയില്ല എന്ന് അവർ അനുമാനിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളിയിരിക്കുന്നത്. 65 ലക്ഷം ആളുകൾ ഒരു സംസ്ഥാനത്ത് അതുവരെ വോട്ട് ചെയ്തിരുന്ന, അതിന് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ വരെ വോട്ട് ചെയ്തിരുന്ന എന്ന് പറഞ്ഞാൽ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്തിയ 65 ലക്ഷത്തോളം ആളുകളെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒറ്റയടിക്ക് SIRലൂടെ പുറന്തള്ളിയിരിക്കുന്നത്. ഇത്ര ഭീകരമായ രീതിയിലുള്ള ഒരു അട്ടിമറി നടന്നപ്പോൾ ഒരു സംഘടന, ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന സുപ്രീം കോടതിയിൽ കേസ് പോകുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയിൽ ആ കേസിൽ കക്ഷി ചേരുന്നു. സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ മുമ്പാകെ ഏറെ തെളിവുകൾ, ആ നാട്ടിൽ വർഷങ്ങളോളമായി ജീവിക്കുന്ന മനുഷ്യരെ പട്ടികയിൽ നിന്ന് അന്യായമായി പുറന്തള്ളിയിരിക്കുകയാണ്, ഇത് ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് എന്ന കാര്യമെല്ലാം സുപ്രീം കോടതിയിൽ വാദിച്ചപ്പോൾ അതിരൂക്ഷമായ ഭാഷയിലാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി വിമർശനങ്ങൾ ഉന്നയിച്ചത്. AKCC സെക്രട്ടറി KT ഉസ്മാൻ അധ്യക്ഷനായി. BLO S. നിജിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. CPM പന്ന്യന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗം PP പ്രഗീഷ് സ്വാഗതം പറഞ്ഞു. ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പുതിയ തെരു മാഗ്നറ്റ് ഹോട്ടലിൽ നടന്നു. KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഇത് നമ്മൾ കാണുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് വൻകിട പദ്ധതികളും അർദ്ധ അതിവേഗ റെയിൽപാത വേണം. നിങ്ങളിൽ എത്ര പേരെ അതിനോട് വിയോജിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ യാഥാർത്ഥ്യ ബോധമുള്ളവർക്ക് അതിനോട് യോജിക്കാതിരിക്കാൻ പറ്റില്ല. ഗതാഗത മേഖലയിൽ യാത്രയിൽ കേരളത്തിന് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഒരു സെമി സ്പീഡ് റെയിൽവേ സംവിധാനം എന്നത് വളരെ മസ്റ്റായി കേരളത്തിൽ മാറിയിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി കേരളത്തിന്റെ ഒരു പൊതു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മേഖലയിൽ നമ്മൾ കുറച്ചുകൂടി ഒരു പ്രോഗ്രസീവായ നിലപാട് സ്വീകരിക്കുകയും, നിങ്ങൾ സ്വീകരിക്കുന്നതല്ല അങ്ങനെ പറഞ്ഞു, നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അതൊരു പ്രശ്നം പൊതുവിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ ഈ വികസനത്തിന് എക്സ്ട്രീം പരിസ്ഥിതിവാദവും നമുക്കൊരു തടസ്സമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ടെക്നോളജിയുടെ വികാസത്തോടു കൂടി പരിസ്ഥിതിക്ക് വലിയ കോട്ടമില്ലാത്ത നിർമ്മാണം ലോകത്ത് പല സ്ഥലത്തും ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് സാങ്കേതിക വിദ്യ, അതിന്റെ ഭാഗമായുള്ള പുതിയ സാഹചര്യ അന്തരീക്ഷം ഇതൊക്കെ ചേർന്ന് ഈ മേഖലയ്ക്കകത്ത് ശക്തമായൊരു മൂവ്മെന്റ് അനിവാര്യമായൊരു ഘട്ടം കൂടിയുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് P. മോഹനൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KK രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി MK ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ MK അനിൽകുമാർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. രജിത, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KC മിനീഷ്, KK സുരേന്ദ്രൻ, V. നാരായണ നമ്പ്യാർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ K. രമേഷ് ബാബു, KKP മുഹമ്മദ്, ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ അസോസിയേഷൻ അംഗങ്ങളുടെ കുട്ടികളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പഠന നിലവാരം പുലർത്തിയവർക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും കലാകായിക മേഖലയിൽ ജില്ലാ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു. കരാറുകാർ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്തു. സബർമതി ഇന്നോവേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയിൽ ബ്ലഡ് ഡൊണേഴ്സ് കേരള തലശ്ശേരി താലൂക്കിന്റെ നേതൃത്വത്തിൽ രക്തദാന ബോധവൽക്കരണവും ഡാറ്റ കളക്ഷനും നടന്നു. ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു.
സബർമതി ഇന്നൊവേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയിൽ ബ്ലഡ് ഡോണേഴ്സ് കേരള തലശ്ശേരി താലൂക്കിന്റെ നേതൃത്വത്തിൽ രക്തദാന ബോധവൽക്കരണവും ഡാറ്റ കളക്ഷനും ക്യൂസ് മത്സരവും നടന്നു. BDK സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫസൽ ചാലാട്, BDK മോട്ടിവേഷൻ സ്പീക്കർ സൈനുദ്ദീൻ കായത്ത് എന്നിവർ ക്യൂസ് മത്സരം നിയന്ത്രിച്ചു. ഞാൻ ചോദിച്ചു എങ്ങനെ മോളെ ക്വസ്റ്റ്യന് ഈ ഉത്തരം അറിഞ്ഞെന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞത് ഞാനത് വായിച്ചിട്ട് അറിഞ്ഞതാണ്. അപ്പൊ അതിന് ആ ഒരു അറ്റംപ്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു കൈയടി കൊടുക്കണം. ഘടകം ഒരു മിനിറ്റ്, BDK സംസ്ഥാന കമ്മിറ്റി അംഗം സമീർ പെരിങ്ങാടി, BDK തലശ്ശേരി താലൂക്ക് പ്രസിഡന്റ് PP റിയാസ് മാഹി, മജീഷ് തപസ്യ എന്നിവർ നേതൃത്വം നൽകി. വിജയികൾക്ക് PC ദിവാനന്ദൻ മാസ്റ്റർ, ജെയിംസ് C ജോസഫ്, ചാലക്കര പുരുഷു, KM പവിത്രൻ, നളിനി ചാത്തു, ശ്രീജേഷ് പള്ളൂർ, KP രജിലേഷ്, സുജാത, ജയന്ത് മലബാർ എന്നിവർ സമ്മാനദാനം നടത്തി. UDF കോടിയേരി മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂഴിക്കരയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC മെമ്പർ V രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. UDF കോടിയേരി മേഖല കമ്മിറ്റി മൂഴിക്കരയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC അംഗം V രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വണ്ടി മറിയും എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ് നമ്മൾ വരുന്ന വഴിയിലുള്ളത്. വർഷങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാ തലശ്ശേരി. നടന്നു പോകാൻ കഴിയില്ല, ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല, ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. മനുഷ്യന് നടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന പ്രദേശം. ഏതാണ്ട് മിക്കവാറും LDF ഭരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം ഇത് തന്നെ ആയിരിക്കും അതിൻ്റെ ചിത്രം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങളോ വികസനമോ സൗകര്യമോ ഒന്നും ഇവിടുത്തെ ഭരണകൂടത്തിന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് എന്താ ഭാഷയില്ല, അവരെക്കുറിച്ച് എന്താ നമ്മൾ പറയാ? ഈ രാജ്യം മുഴുവൻ, ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കണ്ണീരിലാഴ്ത്തുന്ന രീതിയിലുള്ള ഒരു ഭരണവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് പകരം, എന്താണ് ബദൽ, എങ്ങനെയാണത് തിരുത്തുക എന്ന ഒരു ചിന്ത നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആത്മനാടിയിലെ അവസാനത്തെ അസ്ത്രം അതൊരു പൗരന്റെ വോട്ടാണ് എന്ന് ബോധ്യപ്പെടുന്നത്. K ഖാലിദ് മാസ്റ്റർ അധ്യക്ഷനായി. ആവോലം ബഷീർ, അഡ്വക്കേറ്റ് CT സജിദ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. K ശശിധരൻ മാസ്റ്റർ, VC പ്രസാദ്, K കുഞ്ഞിമൂസ, KP സിദ്ദീഖ്, P ദിനേശൻ, സന്ദീപ് കോടിയേരി, V ദിവാകരൻ മാസ്റ്റർ, PK രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. CP പ്രസിൽ ബാബു സ്വാഗതവും PM കനകരാജൻ നന്ദിയും പറഞ്ഞു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി.
ശശീന്ദ്ര ജ്വല്ലറി പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. KCB വർക്കേഴ്സ് അസോസിയേഷൻ തലശ്ശേരി ഡിവിഷൻ ജനറൽ ബോഡി യോഗം ചേർന്നു. കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. KCB വർക്കേഴ്സ് അസോസിയേഷൻ തലശ്ശേരി ഡിവിഷൻ ജനറൽ ബോഡി യോഗം കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് C. ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മേഖലയിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥിതിയുണ്ടായി. ഡൊണാൾഡ് ട്രംപിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ അയാൾ എന്തൊക്കെയാണ് പറയുന്നത്? വിദേശികൾക്ക് അവർ നാട്ടിൽ ഇല്ല, മുസ്ലിങ്ങളെ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിമും വിദേശിയും കമ്മ്യൂണിസ്റ്റുകാരനുമായ ഒരാൾ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണത്തിന്റെ മേയറാകുന്ന സ്ഥിതിയായി. ലോകത്തിൽ ചില മാറ്റങ്ങൾ ചില തുരുത്തുകളിൽ നന്നായി കണ്ടുവരികയും നാളെ ഈ 34 വയസ്സുകാരനായ സോഫാൻ മംതാനിക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടാൻ മേലെ എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് മാറുകയാണ്. ഇപ്പൊ ലോകം ഒരു മാറ്റത്തെ കൊതിക്കുന്നു എന്നതാണ്. അങ്ങനെ മാറ്റത്തെ കൊതിക്കുന്ന സമയത്താണ് നമ്മുടെ ഭാരതത്തിൽ ഈ മാറ്റങ്ങളെ എല്ലാം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് മറ്റൊരു രീതി ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മുടെ മേഖലയെ കുറിച്ച് ചിന്തിച്ച് പറയുമ്പോൾ ഒത്തിരി മേഖല നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമാണ് വൈദ്യുതി മേഖലയിൽ വീണ്ടും ഒരു മാറ്റത്തിന് ശ്രമിക്കുന്ന സാഹചര്യമുണ്ട്. വൈദ്യുതി മേഖലയിൽ എന്താ പുതിയ മാറ്റം വരാൻ പോകുന്നത്? ഇന്ത്യയിലെ വൈദ്യുതി മേഖലയിൽ എന്തെങ്കിലും പുതിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നതായി നിങ്ങളെ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടോ? ഡിവിഷൻ പ്രസിഡന്റ് സതീശൻ അധ്യക്ഷനായി. സംസ്ഥാന ഭാരവാഹികളായ PK സജീവ്, C. ഷൈജു, ഡിവിഷൻ സെക്രട്ടറി P. ബിനീഷ്, PK ഗ്രീനീഷ്, വനിതാ സബ് കമ്മിറ്റി കൺവീനർ യോഷ്ന, സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ള പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം നവംബർ 17 മുതൽ ഡിസംബർ 25 വരെ നടക്കും. 17-ന് വൈകിട്ട് 6:30 മണ്ഡല മഹോത്സവ ഉദ്ഘാടനം എറണാകുളം നിത്യനികേതനാശ്രമം സ്വാമിനി ശബരി ചിന്മയി നിർവഹിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ളപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം നവംബർ 17 മുതൽ ഡിസംബർ 25 വരെ സമുചിതമായി കൊണ്ടാടുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. നാടും നാവും മനവും തനുവും ശരണമന്ത്രങ്ങൾ നിറയുന്ന വ്രതശുദ്ധിയോടെയുള്ള ഐശ്വര്യപൂരിതവും ഭക്തി സാന്ദ്രവുമായ ഒരു മണ്ഡലകാലം കൂടി അകലമായി. പതിവ് പോലെ ഈ വർഷവും ശ്രീ കാഞ്ഞിരമുള്ളപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം നവംബർ 17 മുതൽ ഡിസംബർ 25 വരെ, അതായത് വൃശ്ചികം 1 മുതൽ ധനു 10 വരെ സമുചിതമായി ഭക്തി പുരസ്സരം ആഘോഷിക്കുകയാണ്. മണ്ഡല മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നവംബർ 17-ാം തീയതി ദീപാവലിക്ക് ശേഷം എറണാകുളം നിത്യ നികേതന ആശ്രമത്തിലെ സ്വാമിനി ശബരി ചിന്മയി നിർവഹിക്കുന്നതാണ്. 17-ന് വൈകിട്ട് 6:30 മണ്ഡല മഹോത്സവ ഉദ്ഘാടനം എറണാകുളം നിത്യനികേതനാശ്രമം സ്വാമിനി ശബരി ചിന്മയി നിർവഹിക്കും.
ആധ്യാത്മിക പ്രഭാഷണങ്ങളും ഭജന സങ്കീർത്തനങ്ങളും ഭക്തിഗാന നിശകളും ഉണ്ടാകും. ഡിസംബർ 6 വൈകിട്ട് ശ്രീ ധർമ്മശാസ്ത്ര അഷ്ടോത്തര ശതനാമാർച്ചന, വിളക്ക് പൂജ, ഡിസംബർ 9 വൃശ്ചിക മാസത്തിലെ ആയില്യം ആഘോഷം, ഡിസംബർ 10 കുട്ടിച്ചാത്തൻ നേർച്ച വെള്ളാട്ടം, ഡിസംബർ 25 മണ്ഡല വിളക്കോടുകൂടി മണ്ഡല മഹോത്സവം സമാപിക്കും. അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ കണ്ട പ്രശ്നപരിഹാര കർമ്മങ്ങൾ മണ്ഡല മഹോത്സവത്തോടുകൂടി ആരംഭിക്കുമെന്നും അതിന്റെ ഭാഗമായി നവംബർ 23 മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, ഭഗവതി സേവ എന്നിവ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ടി പി ബാലൻ, സെക്രട്ടറി പി കെ സതീഷ് കുമാർ, ഖജാൻജി പി വി അനിൽകുമാർ, ഒ വി വിനയൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബി.ജെ.പി. നേതാവായ അധ്യാപകൻ പ്രതിയായ പാലത്തായി പീഡനക്കേസിൽ വിധി നാളെ. കടുവത്തൂർ മുണ്ടത്തോട്ടെ കുറുങ്ങാട്ട് ഹൌസിൽ കെ പത്മരാജൻ അതേ സ്കൂളിലെ 4ാം ക്ലാസ്സുകാരി പീഡിപ്പിച്ച കേസിലാണ് ശിശുദിനത്തിൽ വിധി പറയുന്നത്. മാഹിയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ സ്വന്തം പേരിൽ കാണിച്ച് രാഷ്ട്രീയ ലാഭം നേടാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ MLA നടത്തുന്നതെന്ന ആരോപണവുമായി ബി.ജെ.പി. മാഹിയിൽ നടപ്പിലാക്കിയ മദർ തെരേസ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ചാലക്കര ആയുർവേദ ആശുപത്രി നവീകരണം, മാഹി ജനറൽ ആശുപത്രിയിൽ ആധുനിക കിച്ചൺ ബ്ലോക്ക് തുടങ്ങിയ നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത് കേന്ദ്ര സർക്കാരാണെന്നും ബി.ജെ.പി. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. വ്യാഴാഴ്ച 1680 രൂപ ഉയർന്ന് പവന്റെ വില 93,720 രൂപയായി. കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ വൻ മയക്കുമരുന്ന് വേട്ട. ബസ്സിൽ കടത്തി 223 മാരക മയക്കുമരുന്ന് ഗുളികകൾ പിടികൂടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.